ദേവസ്വം ബോർഡിലെയും സർക്കാരിലെയും പ്രധാനപ്പെട്ട ആളുകൾ ജയിലിലായിക്കൊണ്ടിരിക്കുന്നു. ഇവർക്കെല്ലാം വ്യക്തമായ ഒരു അജണ്ടയുണ്ട്. അതായത് ബോർഡും അതുപോലെ തങ്ങളുടെ പാർട്ടിയും കുറ്റക്കാരാകാൻ പാടില്ല. പക്ഷേ അന്വേഷണത്തിൽ മുഴുവൻ പ്രമുഖരും അറസ്റ്റിലായി കഴിഞ്ഞു. എന്നാൽ ഇനിയുള്ള നീക്കം ഇതെല്ലാം കച്ചവടം നടത്തിക്കൊടുത്ത ആളുകളുടെയും കച്ചവടക്കാരുടെയും ഇടയിലേക്കാണ്. അതിൽ പ്രധാനപ്പെട്ട ആള് ദ്വാരപാലക ശില്പങ്ങളുടെ താങ്ങുപീഠം വീട്ടിൽ സൂക്ഷിച്ച പോറ്റിയുടെ സഹായി കോട്ടയം ആനിക്കാട് CK വാസുദേവൻ, അതുപോലെ സ്വർണം പൂശിയ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരി, ശബരിമലയിൽ നിന്ന് പാളികൾ ഏറ്റുവാങ്ങിയ അനന്ത സുബ്രഹ്മണ്യൻ, പോറ്റിയുടെ സഹസ്പോൺസർ രമേശ് റാവു, ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധന് കൈമാറിയ കൽപേഷ് തുടങ്ങിയവരെയെല്ലാം ചോദ്യം ചെയ്യുകയും വേണ്ടി വന്നാൽ അറസ്റ്റ് ചെയ്യുകയും ചെയ്യാൻ പോവുകയാണ്. ഇവർ ഈ കള്ളസംഘത്തിനുള്ള കച്ചവടങ്ങൾ എല്ലാം ഏർപ്പാടാക്കി കൊടുത്തതാണ്. അതായത് പത്മകുമാറിന്റെ അറസ്റ്റിന് ശേഷം പല തലങ്ങളിൽ നിന്നുള്ള കൊള്ളസംഘത്തെക്കുറിച്ചും വ്യക്തമായ അറിവ് ലഭിച്ചു കഴിഞ്ഞു. സർക്കാരിനെയും CPM-നെയും പ്രതിരോധത്തിലാക്കി പത്മകുമാറിന്റെ അറസ്റ്റിന് ശേഷം അന്വേഷണ സംഘം നീങ്ങുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂട്ടാളികളിലേക്കാണ്. ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് 2 കേസുകളിലെയും 1-ാം പ്രതിയായ റിമാൻഡിൽ കഴിയുന്ന പോറ്റിക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത് പത്മകുമാറാണെന്ന് തെളിഞ്ഞതോടെ കച്ചവടത്തെക്കുറിച്ചുള്ള ചോദ്യവും അതിന്റെ ഉത്തരവും ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് സംഘം. സ്വർണം പതിപ്പിച്ചിട്ടുണ്ടെന്ന് അറിയാമായിരുന്നിട്ടും ചെമ്പുപാളികൾ എന്ന ദേവസ്വം ബോർഡ് യോഗത്തിന്റെ അജണ്ടയിൽ പത്മകുമാർ എഴുതി ചേർത്തതെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇങ്ങനെ പോറ്റിക്ക് എല്ലാ വഴികളും തുറന്നുകൊടുത്തു. പോറ്റിയുടെ പക്കൽ പാളികൾ കൊടുത്തുവിട്ടത് ദേവസ്വം മാനുവൽ വ്യവസ്ഥ ലംഘിച്ചാണ്. സംസ്ഥാനത്തിനകത്തും പുറത്തും പോറ്റിയെ സഹായിച്ചവരെ പിടികൂടുക എന്നതാണ് അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടം. അതിന്റെ അതിശക്തമായ നീക്കമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ദേവസ്വം ബോർഡുമായി നേരിട്ട് ബന്ധമില്ലാത്തവരാണ് ഈ കച്ചവടക്കാർ. ഇവരെ പിടിക്കുന്നതോടെ ഇതുവരെ തെളിയാത്ത പലതും തെളിയുകയും പലരുടെയും പേരുകൾ വരികയും ചെയ്യും എന്നുള്ളതാണ് അടുത്ത് കാണാനിരിക്കുന്നത്.